ഹലോ, ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമുക്ക് കണ്ണിനടിയിലുള്ള കറുപ്പ് മാറാനും അതേപോലെ തന്നെ മുഖം നല്ല ഈവൺ ആയിട്ടുള്ള സ്കിൻ ടോൺ കിട്ടാൻ വേണ്ടിയിട്ടും എല്ലാം സഹായിക്കുന്ന ഒരു നൈറ്റിൽ തേച്ച് കിടക്കാൻ പറ്റുന്ന ഒരു ക്രീമാണ് ഞാനിവിടെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ ഇത് നമുക്ക് ഉണ്ടാക്കി വെച്ചിട്ട് ഒരു 5-6 ദിവസം സൂക്ഷിച്ച് വെച്ച് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടും പറ്റും. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുക എന്നുള്ളത് നമുക്ക് വീഡിയോ കാണാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് വേണ്ടത് അലോവേര ജെല്ലാണ് കേട്ടോ. അലോവേര ജെല്ല് നിങ്ങൾക്ക് കളേർഡ് അലോവേരയോ അല്ലെങ്കിൽ കളറല്ലാത്തതോ ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം. പിന്നെ വീട്ടിൽ തന്നെ ഉണ്ടായ അലോവേര യൂസ് ചെയ്യുന്നതെങ്കിൽ നമുക്കിത് റൂം ടെമ്പറേച്ചറിൽ വെച്ചിട്ട് സൂക്ഷിച്ച് വെക്കാൻ പറ്റില്ല കേട്ടോ. പിന്നെ ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് മഞ്ഞൾപ്പൊടിയാണ്. മഞ്ഞൾപ്പൊടി എന്ന് പറയുന്നത് കസ്തൂരി മഞ്ഞൾപ്പൊടി ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും ബെസ്റ്റ്. അതാകുമ്പോൾ നമുക്കിങ്ങനെ എന്താ പറയുക, മഞ്ഞളിൻ്റെ ആ ഒരു ടിൻ്റൊന്നും ഉണ്ടാവില്ല. എല്ലാന്നാണെങ്കിൽ നിങ്ങളെടുത്ത് വീട്ടിൽ തന്നെ ഉണക്കി പൊടിച്ച മഞ്ഞൾപ്പൊടി ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യുക. ഒരിക്കലും കറികളിൽ യൂസ് ചെയ്യുന്ന പാക്കറ്റ് മഞ്ഞൾപ്പൊടി യൂസ് ചെയ്യരുത്. പിന്നെ ഞാൻ ഇതിലേക്ക് 1 ടേബിൾ സ്പൂണോളം ആഡ് ചെയ്ത് കൊടുക്കുന്നത് പൊട്ടാറ്റോ ജ്യൂസാണ്. പൊട്ടാറ്റോ ജ്യൂസ് നമ്മൾ ഉരുളക്കിഴങ്ങ് പിന്നെ വെള്ളമൊന്നും ഇല്ലാണ്ട് ഒന്നെങ്കിൽ മിക്സിയുടെ ജാറിലിട്ട് അടിച്ചിട്ട് അതിൻ്റെ നീര് പിഴിഞ്ഞെടുക്കുക. ഇല്ലയെന്നാണെങ്കിൽ ഒന്ന് ചെറുകി എടുത്തിട്ട് ജസ്റ്റ് നമ്മൾ കൈ കൊണ്ടൊന്ന് പ്രസ് ചെയ്യുമ്പോൾ തന്നെ നന്നായിട്ട് അതിൻ്റെ നീര് നമുക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഈ പൊട്ടാറ്റോ ജ്യൂസ് എന്ന് പറയുന്നത് സ്കിൻ വൈറ്റനിങ്ങിന് ഒരുപാട് സഹായിക്കുന്ന സാധനമാണ്. അപ്പോൾ നിങ്ങൾക്കിത് അലർജി ഉണ്ടെന്നുണ്ടെങ്കിൽ, പൊട്ടാറ്റോ ജ്യൂസ് അലർജി ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളത് സ്കിപ്പ് ചെയ്യുക കേട്ടോ. പിന്നെ ഞാൻ ഇതിലേക്ക് 1 ടേബിൾ സ്പൂണോളം റോസ് വാട്ടറാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ നമുക്ക് വേണ്ടത് ഒരു വൈറ്റമിൻ ഇ ക്യാപ്സ്യൂളാണ്. വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾ എല്ലാ മെഡിക്കൽ ഷോപ്പിലും വളരെ ചീപ്പ് റേറ്റിന് നമുക്ക് കിട്ടുന്ന ഒരു സാധനമാണ്. നമ്മൾ സ്കിൻ കെയർ എല്ലാം ചെയ്യുന്നവരാണെങ്കിൽ എപ്പോഴും ഈ ഒരു ടാബ്ലറ്റ് വാങ്ങി വെക്കുന്നത് വളരെ നല്ലതാണ്. നമ്മളെ സ്കിൻ വൈറ്റനിങ്ങിനും ഒരുപാട് പാക്ക് ഉണ്ടാക്കാനും ക്രീം ഉണ്ടാക്കാനും ഒക്കെ ഇത് നല്ലതാണ്. അപ്പോൾ ഇത് ഭയങ്കര എഫക്റ്റീവാണ് നമ്മളെ സ്കിന്നിന്. അപ്പോൾ ഇതും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു 5-6 മിനിറ്റ് തന്നെ മിക്സ് ചെയ്യേണ്ടി വരും. എന്നാൽ മാത്രമേ നമുക്ക് ആ ഒരു ക്രീമി കൺസിസ്റ്റൻസി കിട്ടൂ. ഇനി നിങ്ങൾക്ക് ഒരുപാട് നേരം ഇത് മിക്സ് ചെയ്തിട്ട് ആ ഒരു ക്രീമി കൺസിസ്റ്റൻസി കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ചും കൂടി അലോവേര ജെല്ല് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നന്നായിട്ട് തന്നെ നമ്മളെ അലോവേര ജെല്ല് ഉടഞ്ഞ് നല്ല ക്രീമി രൂപത്തിലായി കിട്ടണം കേട്ടോ. ആ ഒരു രൂപത്തിന് നിങ്ങൾ നല്ലൊരു ബീറ്റ് കൊടുക്കുക. അപ്പോൾ അതിന് കുറച്ച് സമയം പിടിക്കും. സമയം എടുത്തിട്ട് തന്നെ നിങ്ങളിത് ചെയ്യണം. അതിനുശേഷം നമുക്കിതൊരു എയർ ടൈറ്റ് കണ്ടെയ്നറിൽ അടച്ച് വെച്ച് സൂക്ഷിച്ച് വെച്ച് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ റൂം ടെമ്പറേച്ചറിൽ വെച്ചാൽ കേടായി പോകുന്നില്ല. പക്ഷേ നിങ്ങൾ എന്താ പറയുക, നമ്മളെ വീട്ടിലുണ്ടായ അലോവേര യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് റൂം ടെമ്പറേച്ചറിൽ 2 ദിവസത്തിൽ കൂടുതൽ നിൽക്കുമെന്ന് തോന്നുന്നില്ല. അപ്പോൾ അത് ചെയ്യാത്തതാണ് നല്ലത്. നിങ്ങൾ റൂം ടെമ്പറേച്ചറിൽ വെക്കുന്നതാണെങ്കിൽ നിങ്ങൾ പുറത്തുനിന്നുള്ള അലോവേര ജെല്ലിനെ യൂസ് ചെയ്യുക. അത് കളേർഡ് ആയാലൊന്നും കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഒരു എയർ ടൈറ്റുള്ള കണ്ടെയ്നറിൽ സൂക്ഷിച്ച് വെക്കാം. അപ്പോൾ നിങ്ങളുടെ അടുത്ത് ചെറിയ ഗ്ലാസ് ബോട്ടിലെല്ലാം ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൽ വെക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. എൻ്റെ അടുത്ത് ഇപ്പോൾ അതില്ലാത്തത് കൊണ്ടാണ് ഞാൻ ഈ ഒരു കണ്ടെയ്നറിൽ ഇത് അടച്ച് വെച്ച് സൂക്ഷിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഇത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് കണ്ണിനടിയിൽ ചിലർക്ക് നന്നായിട്ട് കണ്ണിനടിയിൽ കറുപ്പ് നിറം ഉണ്ടാവും. ആ കറുപ്പ് നിറമുള്ളവർക്കെല്ലാം വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ക്രീമാണിത്. നിങ്ങൾ രാത്രി കിടക്കുന്നതിൻ്റെ മുന്നേ കണ്ണിൻ്റെ ഉള്ളിലാവാണ്ട് ശ്രദ്ധിക്കുക കേട്ടോ. കണ്ണിന് ചുറ്റും നിങ്ങൾ ഇതൊന്ന് നല്ലോണം മസാജ് ചെയ്ത് തേച്ച് പിടിപ്പിച്ച് കൊടുക്കുക. ഇങ്ങനെ മുഖത്താണ് ഇടുന്നതെങ്കിൽ ഡോട്ട്സ് ആയിട്ട് ഇട്ടതിന് ശേഷം ഞാനിപ്പോൾ ചെയ്യുന്നത് പോലെ ജസ്റ്റ് ഒരു സോഫ്റ്റ് മസാജ് കൊടുക്കുക. അങ്ങനെ ഒരു സോഫ്റ്റ് മസാജ് കൊടുത്തതിന് ശേഷം നിങ്ങൾക്ക് എന്താ പറയുക, രാവിലെ വരെ ഇത് ഫേസിൽ വെക്കുക കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കാൻ വേണ്ടിയിട്ട് മറക്കരുത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞല്ലോ ഒരു 5 ദിവസമല്ല റൂം ടെമ്പറേച്ചറിൽ തന്നെ വെക്കുക. ഇനി നിങ്ങളെ വീട്ടിൽ ഫ്രിഡ്ജ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ വെക്കുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് അഭിപ്രായം അറിയാം. അപ്പോൾ ഇത് ഡെയിലി നിങ്ങൾക്ക് ചെയ്യാം കേട്ടോ. ഇത് ഉണ്ടാക്കി വെക്കുന്നത് കൊണ്ട് തന്നെ മടിയില്ലാണ്ട് ചെയ്യാനും വേണ്ടി പറ്റും. അപ്പോൾ ഇത്തരം വീഡിയോസ് കാണാൻ ഇഷ്ടപ്പെടുന്നവരാ നിങ്ങളെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യാനാണെങ്കിൽ ആ ഫ്യൂച്ചറിലിരുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്.